ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അടിപൊളി ട്രാവൽ വ്ലോഗുകളുമായി തങ്ങളുടെ ചാനലുകളിൽ സജീവമാണ് ജാസ്മിനും ഗബ്രിയും. ഒരുപക്ഷെ ഗബ്രിയുമായിട്ടായിരിക്കാം ജാസ്മിൻ ആദ്യമായി വിദേശയാത്രകൾ ചെയ്തു തുടങ്ങിയത്. തായ്ലൻഡ്, റഷ്യ, ദുബായ് ഉൾപ്പെടെ 4ഓളം ഇന്റർനാഷണൽ യാത്രകൾ ഇവർ ചെയ്തു കഴിഞ്ഞു. അതൊക്കെ അടിപൊളി യാത്രകളായിരുന്നുവെന്ന് അവരുടെ വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ പുതിയ ഇന്റർനാഷണൽ ട്രിപ്പിനിടെയുണ്ടായ ചില കൈപ്പേറിയ അനുഭവങ്ങളുടെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. ഈ വർഷത്തെ 4ാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത്. തായ്ലൻഡ്, റഷ്യ, UAE എന്നിവിടങ്ങളിലേക്കാണ് ഇതിനു മുൻപ് പോയത്. കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ ദുബായിലേക്ക് യാത്ര. അവിടെ 3 മണിക്കൂർ ലേ ഓവറുണ്ട്. ഗബ്രിയുടെ വീട്ടിൽ നിന്നുമാണ് യാത്ര തിരിച്ചത്. ജാസ്മിൻ ട്രിപ്പിനെ കുറിച്ച് വിവരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ട്രിപ്പാണിത്. ആരും ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത ഒരു രാജ്യത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇങ്ങനെയും ഒരു രാജ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്ന്, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ സീനറീസ് ഉള്ള രാജ്യത്തേക്കാണ് യാത്രയെന്ന് ഗബ്രിയും പറയുന്നു. ദുബായ് വഴി കണക്ഷൻ ഫ്ലൈറ്റിൽ തജിക്കിസ്ഥാനിലേക്കായിരുന്നു ഇരുവരുടെയും ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ദുബായിലെ സുഹൃത്തുക്കൾക്കൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാമെന്നും ജാസ്മിനും ഗബ്രിക്കുമുണ്ടായിരുന്നു. ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ തങ്ങളുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടിയായ 2 പെൺകുട്ടികളെ കണ്ട കാര്യവും ജാസ്മിൻ പങ്കുവയ്ക്കുന്നുണ്ട്. അവരൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലൈഫാണ് ജാസ്മിൻ നയിക്കുന്നതെന്ന് ആ പെൺകുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രൗഡായിട്ടാണ് തോന്നിയതെന്നും ജാസ്മിൻ പറയുന്നു. എന്നാൽ ഇരുവരും ദുബായിൽ എത്തിയതോടെയാണ് സന്തോഷകരമായി പോയിരുന്ന ആ ട്രിപ്പ് ഏറ്റവും മോശം ട്രിപ്പായി മാറിയതെന്നും ഇവർ പറയുന്നു. കാരണം ഇരുവരുടെയും പാസ്പോർട്ടും ടിക്കറ്റും ഫ്ലൈറ്റിൽ വെച്ച് മറന്നുപോയിരുന്നു. എമിഗ്രേഷൻ അടുത്തെത്തിയപ്പോഴാണ് 2 മണിക്കൂറോളം നടത്തിയ പ്രയത്നത്തിന് ശേഷമാണ് ഒക്കെ തിരികെ ലഭിച്ചത്. എല്ലാം എടുത്തുവെന്ന ചിന്തയിലാണ് ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. ആ സമയത്ത് തനിക്ക് കൈയും കാലും വിറച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ജാസ്മിൻ പറയുന്നു. എന്നാൽ ഇരുവരും ഡെസ്റ്റിനേഷനായ തജിക്കിസ്ഥാനിൽ എത്തിയപ്പോൾ അവിടെയും വലിയൊരു പണിയാണ് തങ്ങളെ കാത്തിരുന്നത്. അവിടുത്തെ ഒരു ചെറിയ എയർപോർട്ടിൽ 8 മണിക്കൂറോളം ഇരുവർക്കും കാത്തിരിക്കേണ്ടി വന്നു. വീഡിയോയിൽ ജാസ്മിൻ പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് എയർപോർട്ടിൽ ഞങ്ങൾ വന്നത്. എന്നാലിപ്പോൾ സമയം വൈകിട്ട് 6 ആയിരിക്കുന്നു. ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പണി കിട്ടിയിരിക്കുകയാണ്. തജിക്കിസ്ഥാനിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഇതിവിടത്തെ ഏത് എയർപോർട്ടിലാണെന്ന് പോലും പിടിയില്ല. 5-6 ഫ്ലൈറ്റ് ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. ഏതോ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയതുകൊണ്ടാണ് പല ഫ്ലൈറ്റുകളുടെയും ഒരു ഗ്രൂപ്പ് ലാൻഡിംഗ് ഒരു എയർപോർട്ടിൽ നടന്നത്. കാലാവസ്ഥ മോശമായതുകൊണ്ടാണെന്നും ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ട് 7 മണിക്കൂറായി ഈ എയർപോർട്ടിൽ ഇരിക്കുകയാണെന്നാണ് ജാസ്മിൻ വിഷമം പറയുന്നത്. ഒരു ബിൽഡിംഗിൽ എല്ലാവരെയും കൊണ്ട് കൂട്ടി ഇട്ടിരിക്കുകയാണ്. 3 ഫ്ലൈറ്റുകളിലെ യാത്രക്കാരെ ഇതുവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. കാരണം ആ യാത്രക്കാരെ കൂടി ഉൾക്കൊള്ളാനുള്ള സ്ഥലം എയർപോർട്ടിലെ ബിൽഡിംഗിൽ ഇനിയില്ല. എനിക്ക് പീരീഡ്സ് കൂടിയാണെന്ന് ജാസ്മിൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വാഷ്റൂമിൽ പോകാനും പോലും പറ്റുന്നില്ല. വെള്ളവുമില്ല. വളരെ ടാസ്കാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പീരീഡ്സിൻ്റെതായ ബ്ലീഡിംഗ്, നടുവേദന, എല്ലാ വേദനയും കൂടി ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും? അമ്മാതിരി വേദനയാണെന്ന് ഈ ദിവസത്തെ പഴിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നു. തജിക്കിസ്ഥാനിലെ എയർപോർട്ടിൽ 8 മണിക്കൂറോളം ടോർച്ചർ അനുഭവിച്ചു എന്ന് ഗബ്രിയും പറയുന്നുണ്ട്. എയർപോർട്ടായല്ല, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പ്രതീതിയാണ് ലഭിച്ചതെന്നും ജാസ്മിനും ഗബ്രിയും പറഞ്ഞു. എല്ലാ ട്രിപ്പും എന്നും ഫണ്ണി ആയിരിക്കില്ല. ഇതുപോലെ ടാസ്കുകളും ഉണ്ടായിരിക്കുമെന്ന് എന്നെയും അവനെയും ഓർമ്മപ്പെടുത്താനായിരിക്കും ഓരോരു പരീക്ഷണം. അറിയില്ല. ഈ എയർപോർട്ടിനെ ഞാൻ കാടെന്നേ വിളിക്കൂ, ജാസ്മിൻ പറയുന്നു.